അപ്പോൾ ഉറപ്പിക്കാല്ലേ പ്രിയ, കേരളത്തിൽ താമര വിരിയുമെന്ന്? താമര വിരിയുമെന്ന് ഉറപ്പിക്കാം, അതിലൊരു സംശയവും വേണ്ട എന്നുള്ളതാണ്. കാരണം ഇപ്പോഴുള്ള ലീഡ് നിലയെ പറ്റിയിട്ടോ കാര്യങ്ങളെ പറ്റിയിട്ടോ ഒന്നുമല്ല പറയുന്നത്. താമര വിരിയും, ഉറപ്പാണ്. കേരളത്തിൽ വീണ്ടും BJP അക്കൗണ്ട് തുറക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. UDF LDF എന്നുള്ളത് ഫലങ്ങൾ മാറി മറിയും എന്നുള്ളതിലും സംശയമില്ല. കാരണം ബീഹാറിൻ്റെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എങ്ങനെയായിരുന്നു? ആദ്യം 65 സീറ്റ് ഇതായി കോൺഗ്രസിന്, BJP തണ്ടൊടിഞ്ഞു, പ്രയോഗങ്ങൾ പറഞ്ഞില്ല, BJPയുടെ തണ്ടൊടിഞ്ഞു, താമര വാടി, BJP തകർന്നു, BJP കോട്ടകൾ പൊളിഞ്ഞു, കോൺഗ്രസിൻ്റെ കൊടുങ്കാറ്റ് വീശിയടിക്കുന്നു, NDA തകരുന്നു, വീഴുന്നു, താഴുന്നു, മുങ്ങുന്നു, ചാവുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. എന്നിട്ട് എന്തായി? അവസാനം ലീഡ് നില മുഴുവൻ മാറി മറിഞ്ഞു. അവസാന ഘട്ടം എത്തിയപ്പോഴത്തേക്കും BJP വൻ ശക്തിയായിട്ട് NDA ഇവിടെ സർക്കാർ രൂപീകരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇലക്ഷൻ്റെ ഒരു സ്വഭാവം. ആദ്യഘട്ടത്തിൽ ഈ പറയുന്നത് എന്താണ് ചാനലുകാർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാമോ? ചാനലുകാർ ആ ലീഡ് നില വരുന്നു, അവർ പോസ്റ്റൽ വോട്ടുകൾ എണ്ണുമ്പോൾ തൊട്ട് കിടന്ന് ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. UDF LDF അവർ പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ ഈ ഡേറ്റകളൊക്കെ എവിടെ നിന്നാണ് വരുന്നത്? ഏജൻറ്റുമാരോ ഇല്ലെങ്കിൽ ബൂത്തിനകത്തിരിക്കുന്നവരോ കൊടുക്കുന്ന വിവരങ്ങൾ, അല്ലാതെ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നതല്ലല്ലോ. ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റ് നോക്കുമ്പോഴത്തേക്കും കൃത്യമായിട്ട് നമുക്കറിയാം വളരെ പതിയെ ഓരോരോ കാര്യങ്ങളായിട്ട് മാറി മാറി വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്നുമല്ല ഇലക്ഷനെ സ്വാധീനിച്ച കാര്യങ്ങൾ എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് ധാരണയുണ്ടാകും. ആ ഓരോ വ്യക്തിയുടെയും നമ്മുടെ മനസ്സിൽ എന്താണ്? ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ എൻ്റെ രാഷ്ട്രീയം ഉറപ്പായിട്ടും എൻ്റെ മനസ്സിലുണ്ടാകും, എൻ്റെ ചിന്ത, എൻ്റെ ഏത് രാഷ്ട്രീയത്തിനോടാ കൂറ് അതുണ്ടാവും. പിന്നെ മൊത്തത്തിൽ കേരളത്തിൻ്റെ ഒരു വിലയിരുത്തൽ നമ്മുടെ മനസ്സിലുണ്ടാകും. ആ വിലയിരുത്തൽ എന്താണെന്ന് എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ അതുപോലെ തന്നെ ആയിരിക്കുമല്ലോ മറ്റവനും ചിന്തിക്കുന്നത്. അതിലിപ്പോൾ എന്താ വരുന്നത്? ജനസംഖ്യ, മതം, ഒരു വിഭാഗത്തിൻ്റെ ഇതെല്ലാ ചിന്തകളും ഒക്കെ കയറി വരുമെന്നേ. അപ്പോൾ കേരളത്തിൻ്റെ വോട്ടിംഗ് പാറ്റേൺ എങ്ങനെയായിരുന്നു എന്നുള്ളത് ഏറെക്കുറെ മനസ്സിലാക്കാൻ പറ്റും. വലിയ എതിർപ്പും ഇല്ലായിരുന്നു LDFനോട്, എന്നാൽ UDFനോട് വലിയ പ്രീതിയും ഇല്ലായിരുന്നു, എന്നാൽ UDFനോടും വെറുപ്പില്ല, എന്നാൽ LDFനോട് വലിയ മമതയില്ല. ഇങ്ങനൊരു സിറ്റുവേഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു എഡ്ജ് ലെവൽ, അറ്റത്ത് നിൽക്കുന്ന, ഏറ്റവും അറ്റത്ത് നിൽക്കുന്ന ഒരു തരത്തിലുള്ള ഒരു തിരഞ്ഞെടുപ്പായിരുന്നു ഇത് എന്നുള്ളത് നമുക്ക് സംശയമില്ലാത്ത കാര്യമാണ്. ഇപ്പോൾ ഞാൻ BJP അനുഭാവിയായിട്ടുള്ള ആൾ, എനിക്ക് LDF വരുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ഇനി UDF ആണെങ്കിലാ കുഴപ്പമില്ല എന്ന് വയ്ക്കാനേ ഉള്ളൂ. പക്ഷേ UDF എന്ന് പറയുന്നതിൻ്റെ പിന്തുണ ആരൊക്കെയാണ് അവരുടെ മേജർ പാർട്ട്നേഴ്സ് എന്ന് ചോദിക്കുമ്പോൾ ലീഗും ജമാഅത്തെ ഇസ്ലാമിയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഹിന്ദുത്വ വിശ്വാസിയായിട്ടുള്ള എനിക്ക് സ്വാഭാവികമായിട്ടും അത്തരത്തിലൊരു സംഭവം അല്ലെങ്കിൽ സർക്കാർ ഇവിടെ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ എനിക്കത് വലിയ പ്രിയമായിരിക്കില്ല എന്നുള്ളത്. ഇങ്ങനെയാണ് എല്ലാവരും ചിന്തിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അവിടുത്തെ സാധ്യതകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരാനുള്ള എല്ലാ ചുറ്റുപാടുകളും ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? ഈ പറയുന്ന LDF UDF ചെറിയ മാർജിനിൽ അല്ലെങ്കിൽ ചെറിയ വ്യത്യാസത്തിൽ ലീഡ് നേടാമെന്നുള്ളത് അതിപ്പോൾ ഏതാണ്ട് ഒരു ചിത്രം തെളിഞ്ഞു വരുന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ മാധ്യമങ്ങൾ ബഹളം വയ്ക്കുന്നതിൻ്റെ കാരണം ബഹളം വെച്ചാലേ അവർക്ക് റേറ്റിംഗ് ഉള്ളൂ. അവർക്കിതൊരു എൻ്റർടൈൻമെൻറ്റാണ്. ന്യൂസ് വൈറ്റിപ്പഴപ്പ് ന്യൂസ് എൻ്റർടൈൻമെൻ്റ് ആയിട്ടാണ് സെല്ല് ചെയ്യുന്നത്. കാരണം ആ തരത്തിലാണ് മാറുന്നത്. നമ്മൾ പണ്ടൊക്കെ മഞ്ഞ പത്രങ്ങളും ഉണ്ടായിരുന്നു, ബാക്കിയുള്ള പത്രങ്ങളൊക്കെ ഉണ്ടല്ലോ പണ്ട്. അതായത് ഏതാണ്ടൊരു 60-70 വർഷം മുമ്പുള്ള പത്രം എടുത്ത് പരിശോധിച്ചാൽ, ഈ 60-70 വർഷം പോട്ടൊരു 40 വർഷത്തിന് മുൻപ്, 40 വർഷത്തിന് മേലെ, ഒരു 1970-80 കാലഘട്ടത്തിൽ പത്രങ്ങൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അന്ന് വളരെ ഫിൽട്ടേർഡ് ആയിട്ടുള്ള ലാംഗ്വേജാണ് പത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. മനോരമയായാലും മാതൃഭൂമി ആയാലും, മനോരമ പിന്നെ ഇത്തിരി അലമ്പ് തൊലഞ്ഞ് വന്ന ഒരു പത്രമാണ്. പക്ഷേ മാതൃഭൂമി അങ്ങനെയല്ലായിരുന്നു, വളരെ സ്റ്റാൻഡേർഡായിരുന്നു. കൃത്യമായ വ്യക്തമായ ഭാഷ, അതിൽ വ്യാകരണം, അക്ഷരങ്ങൾ, ഒരക്ഷര പിശക് പോലും വരില്ലായിരുന്നു മാതൃഭൂമിയിലൊക്കെ ആ കാലത്ത്. ആ രീതിയിലുള്ള പത്രങ്ങളാണ് ഞാൻ ലൈബ്രറിയിൽ പോയിരുന്ന് വായിച്ചിട്ടുള്ള പഴയ പത്രങ്ങൾ, അതായത് 70-കളിലെ 80-കളിലെ പത്രങ്ങൾ എടുത്ത് വായിക്കും. അടിയന്തരാവസ്ഥ കാലത്തെയൊക്കെ പത്രങ്ങൾ വായിക്കാൻ ഭയങ്കര രസമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ വായിച്ചിട്ടുണ്ട്. അന്ന് കേരള കൗമുദി എന്ന് പറയുന്ന പത്രം വളരെ പവർഫുള്ളായിട്ടുള്ളൊരു പത്രമായിരുന്നു. ഇന്ന് മാതൃഭൂമി നിൽക്കുന്ന പോലെയായിരുന്നു കേരള കൗമുദി അന്ന് നിന്നിരുന്നത്. അപ്പം മാതൃഭൂമിയും കേരള കൗമുദിയുമാണ് ഏറ്റവും നല്ല അധ്യാപകരും സർക്കാർ ജീവനക്കാരും പണ്ഡിത ശ്രേഷ്ഠന്മാരുമായിട്ടുള്ള ഒരു വീട്ടിൽ വരുത്തുന്ന മാതൃഭൂമിയും കേരള കൗമുദിയും മാത്രമാണ്. മനോരമ കച്ചവടക്കാരുടെ പത്രമായിരുന്നു, കച്ചവടക്കാർ മാത്രം വായിക്കുകയുള്ളൂ. അങ്ങനത്തെ ഒരു രീതിയിൽ വിലയില്ലാത്തൊരു പത്രമാണ്. അന്ന് അധ്യാപകരൊക്കെ അല്ലെങ്കിൽ സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന ആൾക്കാരൊക്കെ അന്ന് വായിച്ചുകൊണ്ടിരുന്ന മാതൃഭൂമിയാണ്. കാരണം അക്ഷരപ്പിശക് ഉണ്ടാവില്ല, അതിൽ പ്രയോഗങ്ങൾ ശരിയായിരിക്കും, വ്യാകരണം ശരി. അപ്പോൾ ഇതെല്ലാം എന്ന് പറഞ്ഞാൽ വളരെ സഭ്യമായ വാർത്തകൾ അതിൻ്റെ അകത്ത് വരുവുള്ളായിരുന്നു. പക്ഷേ ഈ മഞ്ഞ വാർത്തകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് മഞ്ഞ പത്രങ്ങൾ സെപ്പറേറ്റ് ഉണ്ടായിരുന്നു. അന്ന് ഒരുപാട് പത്രങ്ങളുണ്ടായിരുന്നു, പല 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 പേരുകളിൽ, കാട്ടുതീ, ആ തീ, ഈ തീ, മറ്റേത് മറിച്ചതെന്ന് പറഞ്ഞാൽ ഇന്ന് അങ്ങനെ പത്രങ്ങളുണ്ടോയെന്ന് അറിയില്ല. അങ്ങനെ ഉണ്ടായിരുന്ന പത്രങ്ങൾ ഇല്ലാതെ അതൊക്കെ എവിടെ പോയി? മഞ്ഞ പത്രങ്ങൾ എവിടെ പോയി എന്നൊരു ചോദ്യമുണ്ട്. ആ മഞ്ഞ പത്രങ്ങൾ ഈ മുഖ്യധാര പത്രങ്ങളിലേക്ക് അങ്ങ് ലയിച്ചു എന്നുള്ളതാണ്.
ഇവർ മഞ്ഞ എഴുതാൻ തുടങ്ങി. അപ്പോൾ മറ്റേതാരും വായിക്കുന്നില്ല. മഞ്ഞ മുഖ്യധാര പത്രങ്ങൾ എഴുതാൻ തുടങ്ങിയതോടുകൂടി മറ്റേ പത്രങ്ങളുടെ വിൽപ്പന തീർന്നു. അതുകൊണ്ട് അവർ പ്രിൻറ്റിങ് നിർത്തി. അന്ന് മറ്റേ ഇത് നാട്ടുചന്തകളിൽ കിട്ടിക്കൊണ്ടിരുന്ന ഇതുണ്ടായിരുന്നു, ബുക്കുകൾ, ചെറിയ കൊച്ചു പുസ്തകങ്ങളുണ്ടായിരുന്നു. കൊച്ചു പുസ്തകം എന്ന് വിളിക്കുന്ന ആ കൊച്ചു പുസ്തകമല്ല, അശ്ലീല പുസ്തകങ്ങളല്ല, നാട്ടുവാർത്തകളൊക്കെ കൊടുക്കുന്ന നാടൻ പാട്ടുകൾ, ഈ പാരഡികൾ, ഇതൊക്കെ അടങ്ങിയിട്ടുള്ള പുസ്തകങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പിന്നെ എന്താ നിന്ന് പോയത്? അതെല്ലാം ഈ പത്രങ്ങളിലേക്ക് ചേക്കേറി എന്നുള്ളതാണ്. അതുപോലെയാണ് വാർത്താ മാധ്യമങ്ങളിൽ നിന്ന് എൻ്റർടൈൻമെൻറ്റിലേക്ക് നമ്മുടെ ചാനലുകൾ മാറുന്നത്. ഇന്ത്യ വിഷൻ്റെ തുടക്കത്തിലെ സംസ്കാരം ഇതല്ലായിരുന്നു. ഇന്ത്യ വിഷൻ കൊടുത്തിരുന്ന സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ന്യൂസ്. ദൂരദർശനുമുണ്ട്, എന്നാൽ ദൂരദർശൻ്റെ അതേ പതിപ്പല്ല, കൃത്യമായ രാഷ്ട്രീയ വിശകലനമുണ്ട്, ശരിയുണ്ടായിരുന്നു, വിശ്വാസ്യതയുണ്ടായിരുന്നു. അന്ന് ഒരു വാർത്ത പുറത്തേക്ക് വന്നു തത്സമയം അറിയണമെങ്കിൽ ഇന്ത്യ വിഷൻ വയ്ക്കുമായിരുന്നു. ആ കാലഘട്ടത്തിൽ ഇന്ത്യ വിഷനിൽ വാർത്ത വന്നു, ക്രെഡിബിളാണത്. ഇന്ത്യ വിഷൻ കള്ള വാർത്ത കൊടുക്കില്ലായിരുന്നു, ശരിയായിട്ടുള്ള വാർത്ത മാത്രമാണ് കൊടുത്തുകൊണ്ട് ഇന്ത്യ വിഷൻ. അതുകൊണ്ട് തന്നെ വലിയ സ്വീകാര്യത ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെയാണ് ഈ പറയുന്ന ഞാൻ ഇന്ത്യ വിഷനിൽ വർക്ക് ചെയ്തില്ല, കേട്ടിട്ടുള്ളൂ. നമ്മൾ സന്ദീപേട്ടൻ അടക്കമുള്ളവർ ഇന്ത്യ വിഷനിൽ വർക്ക് ചെയ്തവരാണ്. അവർക്ക് ആ പാരമ്പര്യമുണ്ട്, അതിൻ്റെ ഒരു നേർക്കാഴ്ചയുണ്ട്. അത് അവരുടെ പെരുമാറ്റത്തിലായാലും ഈ പറയുന്ന ജേർണലിസത്തിലേക്കുള്ള വീക്ഷണത്തിലായാലും നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് ഇന്ത്യ വിഷനിൽ ജോലി ചെയ്തിട്ടുള്ളവർക്ക് ഇന്നും ഒരു വിലയുള്ളത്. അങ്ങനെ ആ ഒരു മാധ്യമ സംസ്കാരത്തിൽ നിന്ന് മാറിയിട്ടാണ് ഈ ബഹളം വയ്പ്പിലേക്ക് പോയത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ബി ജെ പിയുടെ വിജയം. എന്തുകൊണ്ട് ബി ജെ പി വിജയിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പി ഇത്തവണ ഉറപ്പിച്ചിട്ടുണ്ട്. 2ൽ കൂടുതൽ ഉറപ്പാണ് ബി ജെ പിക്ക് സീറ്റ് എന്നുള്ളത്. നമ്മൾ ആദ്യമേ പറയുന്നതാണ്. 15 സീറ്റ് 14 സീറ്റ് വരെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ നിലയ്ക്ക് ഇപ്പോഴത്തെ ആദ്യഘട്ടത്തിലെ ലീഡിൽ കാണുന്നില്ല. 3-4 സീറ്റൊക്കെ ആയിട്ടാണ് കാണുന്നത്. പരമാവധി 5 സീറ്റ് വരെയും കാണുന്നുണ്ട്. എന്തായാലും അതിലെല്ലാം കണ്ടുകൊണ്ട് ആദ്യത്തെ ഫല സൂചനകൾ വെച്ചുകൊണ്ടും ആദ്യത്തെ മുന്നോട്ട് പോക്ക് വെച്ചുകൊണ്ടും നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു സീറ്റെങ്കിലും ബി ജെ പി നേടിയിരിക്കും, ഉറപ്പാണ് എന്നുള്ളതാണ്. കാരണം ബി ജെ പി അങ്ങനെ ഒരു ലക്ഷ്യം വെച്ചാണ് വരുന്നത്. നമ്മൾ സ്ലോലി ബട്ട് സ്റ്റഡിലി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നമ്മൾക്ക് അടിച്ചു കയറി ആഞ്ഞ് വന്ന് ഭരണം പിടിച്ച് എല്ലാമായി ഒന്നുമില്ലാതെ തിരിച്ചു പോകുന്ന എ പി കണ്ടില്ലേ, എന്തു വരവായിരുന്നു വന്നത്. ഞാനൊക്കെ വിചാരിച്ചിരുന്ന അയ്യോ ബി ജെ പി ഒക്കെ തീർന്നു. ഒരു പക്ഷേ വന്ന വരവിൽ ബി ജെ പി ഒരു ടൈം ഭരിക്കും, അത് കഴിയുമ്പോൾ എ പി ഇന്ത്യ ഭരിക്കും. എവിടെ ബലൂൺ വീർപ്പിച്ചായാലും ഒരു ഓട്ട ഇട്ട പോലെ ആയിപ്പോയില്ലേ. അതായിരുന്നു എ പിയുടെ അവസ്ഥ. എ പി എന്ത് ചെയ്തു? കാറ്റഴിച്ചു വിട്ട പോലെ ഇല്ലാതായിപ്പോയി, ഒന്നും ഇല്ലാതായിപ്പോയി. ഡൽഹിയിലും പോയി, ഇനി പഞ്ചാബിലും പോവും, അടപടലം തകർന്ന് തരിപ്പണമായി എന്നുള്ളത്. അങ്ങനെയല്ല. ഇത് ബി ജെ പിയുടെ ചരിത്രവും കൂടെ പഠിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. 1980 ഏപ്രിൽ 6 ഈ ബി ജെ പി രൂപീകരിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ, അതിൻ്റെ ഒരു സന്ദേശം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാണ്. ഇരുട്ടുമായും സൂര്യൻ ഉദിക്കും, താമര വിരിയും എന്ന് അടൽ ബിഹാരി വാജ്പേയി പറയുന്ന, ബി വാജ്പേയി എന്ന് പറയുന്ന മഹാനായ മനുഷ്യൻ പറയുന്ന ആ വാക്കുകൾ ഇന്ന് വൈറലാണ്. അപ്പോൾ അതെന്തുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ ശീലിച്ചു വന്ന സനാതന ധർമ്മത്തിൻ്റെ കോർ വാല്യൂ, ആ വാല്യൂ എടുത്തു വെച്ചിട്ട് പ്രവർത്തിച്ചതുകൊണ്ടാണ്. സനാതന ധർമ്മത്തിൻ്റെ കോർ വാല്യൂ എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ ഉണ്ട്, ധർമ്മമാണ്. അപ്പോൾ ഇതിൽ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകും. അതായത് മഹാഭാരതത്തിൽ പാഞ്ചാലി യുധിഷ്ഠിരനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ ധർമ്മം എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം മൊത്തം ബലികഴിക്കുന്നു, ഉള്ള കഷ്ടനഷ്ടങ്ങൾ മൊത്തം സഹിച്ചു, രാജ്യം പോയി, സഹോദരന്മാർ വരെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നു, കുടുംബം ഇല്ലാതാവുന്നു, ദുഃഖം മാത്രം ഫലം, എന്നിട്ട് നിങ്ങൾ എന്തിനാണ് ധർമ്മത്തിനെ മുറുകെ പിടിച്ചിരിക്കുന്നത്? ധർമ്മം നിങ്ങൾക്ക് എന്ത് നൽകി എന്ന് ചോദിക്കുമ്പോഴത്തേക്കും യുധിഷ്ഠിരൻ തിരിച്ചു പറയുന്നുണ്ട്, ധർമ്മം ജരിപ്പേൻ ധർമ്മത്തിൻ ഫലമോർത്തല്ല സുന്ദരി കൃഷ്ണയെ, ധർമ്മത്തിലെൻ ചിത്തം സ്വഭാവത്തിൽ ഉറച്ചതാണ്. എൻ്റെ സ്വഭാവത്തിൽ ഉറച്ചതാണ് ധർമ്മം. ധർമ്മം ഒന്നിനും വേണ്ടിയും ഞാൻ അതിനെ വെടിയില്ല. ജീവൻ പോലും ഞാൻ ബലി കൊടുക്കും അതിന് വേണ്ടിയിട്ട്, എൻ്റെ പ്രാണൻ പോലും വെടിയും. പക്ഷേ ഒരിക്കലും എൻ്റെ ധർമ്മത്തെ ഞാൻ ഉപേക്ഷിക്കില്ല എന്നുള്ളതാണ്. ധർമ്മോ രക്ഷതി രക്ഷിത എന്ന് പറയുന്നൊരു, ആരാണോ ധർമ്മം പാലിക്കുന്നത് അവരെ ധർമ്മവും രക്ഷിക്കുമെന്ന് പറയുന്നുണ്ട്. അതാണ് ഇതിൻ്റെ അകത്ത് അടിസ്ഥാന തത്വം. സംഘത്തിലൂടെ പ്രവർത്തിച്ചു വന്ന സനാതന ധർമ്മത്തിൻ്റെ ഏറ്റവും ഉത്കൃഷ്ടമായ മൂല്യങ്ങളെ പകർന്നെടുത്ത സംഘം എന്താണോ ആ സംഘമൂല്യങ്ങൾ പിന്തുടരുന്ന ആൾക്കാരായിരുന്നു എ ബി വാജ്പേയിയും LK അദ്വാനിയും മുരളി മനോഹർ ജോഷിയും അടക്കമുള്ള നേതാക്കൾ. അവർ ഉറപ്പിച്ച ഒരു കാര്യമുണ്ടായിരുന്നു, അവർ ഈ ഒരു പാർട്ടി രൂപീകരിക്കുന്നു, അതിൽ അടിയുറച്ചു നിൽക്കുന്നു, സ്വന്തം രാഷ്ട്രീയ അടിസ്ഥാനത്തെ ചോർത്തിക്കളഞ്ഞുകൊണ്ട് ഒരു രാഷ്ട്രീയ വിജയം വേണ്ട എന്നുള്ളതാണ്. തൻ്റെ മൂല്യങ്ങൾ, അതായത് സംഘമൂല്യങ്ങൾ വെടിഞ്ഞുകൊണ്ട് ഒരു രാഷ്ട്രീയ ജീവിതം വേണ്ട എന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടാണ് എ ബി വാജ്പേയിയും മുരളി മനോഹർ ജോഷിയും LK അദ്വാനിയും ഒക്കെ BJP ആരംഭിക്കുന്നത് എന്നുള്ളത്. എന്നിട്ട് അവരെന്താ ചെയ്തത്? ആദ്യം പാർലമെൻറ്റിൽ 2 സീറ്റാണ് ഉണ്ടായിരുന്നത്. എന്നിട്ട് എന്ത് ചെയ്തു? വളരെ കഷ്ടപ്പെട്ട് പതിയെ പണിയെടുത്ത് പ്രയത്നിച്ച് നിത്യമായ ഏകാഗ്രമായ ധ്യാന നിഷ്ഠയോടുകൂടിയുള്ള ജീവിതം നയിച്ചിട്ടാണ്
ഇന്ന് 12 വർഷമായിട്ട് BJP ഭരിക്കുന്നത് എന്നുള്ളതാണ്. ഇനിയും അനന്തമായി ആ കാലഘട്ടം നീണ്ടു തന്നെ പോകും, അത് യാതൊരു സംശയവുമില്ല. അതിന് കാരണം എന്ന് പറയുന്നത് ഉപാസനയാണ്, സാധനയാണ്, നിത്യമായ ആരാധനയാണ്. അത് മാതൃഭൂമിയോടുള്ള തങ്ങളുടെ വിശ്വാസത്തിനോടുള്ള ആ പറയുന്ന അചഞ്ചലമായ ആ ഭക്തി ഉണ്ടല്ലോ, അതാണ് ഈ സംസ്കാരത്തിനോടുള്ള ഭക്തി, ഈ രാഷ്ട്രത്തിനോടുള്ള ഭക്തി, ഇവിടുത്തെ പൂവിനോടും പുൽക്കൊടിയോടും മുതൽ ഹിമശൈലങ്ങളോട് പോലുമുള്ള ആ ഭക്തി ഉണ്ടല്ലോ, ആ ഭക്തിയിൽ നിന്നാണ്, ആ പരമമായ സാധനയിൽ നിന്നാണ് അവർക്ക് ആ കരുത്ത് ലഭിക്കുന്നത്. ആ കരുത്തിലൂടെയാണ് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇന്ന് 1 സീറ്റോ 2 സീറ്റോ ഒക്കെ കിട്ടിയാലും വളരെ വലിയ വിജയമായിരിക്കും അത്. ആ വിജയത്തിൽ നിന്നായിരിക്കും BJP ഒരു കൊടുങ്കാറ്റായിട്ട് അടിച്ചു വീശാൻ പോകുന്നത്. പക്ഷേ ആ കൊടുങ്കാറ്റ് എന്ന് പറയുന്നത് ചുഴലിക്കാറ്റ് പോലെ ഒറ്റയടിക്ക് വന്നു പോകുന്നതല്ല. അതിങ്ങനെ വന്ന് 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 ആകെ അതിൻ്റെ കാലാവസ്ഥയിലേക്ക് അതിനെ അപ്പാടെ സ്വീകരിച്ചുകൊണ്ട് അത് തികഞ്ഞ ഒരു സാഹചര്യത്തെ ഒരുക്കിക്കൊണ്ടായിരിക്കും ആ വിജയം പ്രാപ്തമാക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെയായിരിക്കും BJP വരിക. BJP ഇന്ന് ഞാൻ ഒരിക്കലും വിശ്വസിച്ചിട്ടില്ല ഈ പറയുന്ന 15ഓ 20ഓ സീറ്റൊക്കെ BJPക്ക് കിട്ടുമെന്ന്. എനിക്കിപ്പോഴും അത് ചിന്തിക്കാനും കഴിയുന്നില്ല. പക്ഷേ BJPക്ക് 1ഓ 2ഓ സീറ്റായിരിക്കും അടുത്ത തെരഞ്ഞെടുപ്പിൽ. അത് 1ഓ 2ഓ 3ഓ 4ഓ 5ഓ സീറ്റായിരിക്കും. പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പിൽ എന്ന് പറയുന്നത് അത് 10ഓ 20ഓ സീറ്റായിരിക്കും. അത് കഴിഞ്ഞത് 30ഓ 40ഓ സീറ്റാവും. അങ്ങനെയായിരിക്കും BJPയുടെ വളർച്ച. പടിയായി കയറി വരുമ്പോൾ പെട്ടെന്ന് കിട്ടുന്ന അധികാരത്തിൻ്റെ ലഹരി അവരെ ഉന്മത്തരാക്കില്ല. അവർക്ക് പാകതയുണ്ടാകും, പക്വതയുണ്ടാകും, സ്ഥിരമായി തന്നെ ഈ ജനതയെ നയിക്കാനുള്ള ബുദ്ധി ഉണ്ടായിരിക്കും. അത് അവരെ ധീരന്മാരാക്കും. ധീരൻ എന്ന വാക്കിനർത്ഥം ധൈര്യം എന്ന് പറയുന്നത് സാഹസികൻ എന്നല്ല, ബുദ്ധിയെ ക്രമമായി ഉപയോഗിക്കുന്നവനാണ് ധീരൻ എന്ന വാക്കിൻ്റെ അർത്ഥം. അത് സംസ്കൃത പദമാണ്. ആ പദത്തിൽ ഉള്ളതുപോലെ ഇവർ ധീരമായി, ബുദ്ധിയെ കൃത്യമായി വിവേകത്തോടു കൂടി ഉപയോഗിച്ച് അധികാരത്തിലേക്ക് വരും. ആ അധികാരം ജനങ്ങളുടെ സമൃദ്ധിക്കും സത്കീർത്തിക്കും കാരണമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണ് ഞാൻ ഉറപ്പിച്ച് പറയുന്നത് BJP അധികാരത്തിൽ എത്തുക തന്നെ ചെയ്യും. കേരളത്തിൽ താമര വിരിയും. എബി വാജ്പേയി പറഞ്ഞ വാക്കുകൾ നമുക്ക് ഒന്നുകൂടെ പറയാം, ഒരുമിച്ച് പറയാം. അന്ധകാരം മാറും, സൂര്യനുദിക്കും, താമര വിരിയും.